ഞാൻ ബിഗ് ബോസിൽ ഞാൻ പറഞ്ഞു റിയൽ ആയിട്ട് നിന്നാൽ ഞാൻ അവിടെ ജയിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അഭിനയിക്കാൻ പോയിട്ടുണ്ടോ ഞാൻ അവിടെ തൂക്കും. ഞാൻ തകർന്ന് വീഴില്ല. അടിച്ചടിച്ച് നിൽക്കുന്ന സ്ത്രീകൾ എനിക്ക് തോന്നുന്നില്ല ഒരു സീസണിൽ വന്നിട്ടില്ല. അങ്ങനെ അടിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കണം അതിനകത്ത്. എന്തായാലും എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഞാൻ അവിടെ കോർണർ ചെയ്യപ്പെടും. ചൊറിയാൻ സ്വഭാവം എന്നെ ആരെങ്കിലും ഒക്കെ ചൊറിയാൻ വരുമല്ലോ. അപ്പോൾ നോമിനേഷൻ ചെയ്യപ്പെട്ടോട്ടെ, അതിൽ എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷേ നോമിനേഷൻ ചെയ്യുമ്പോൾ ജനങ്ങൾ ചിന്തിക്കണം ഇവളാണ് ശരി. ഇപ്പൊ കണ്ടന്റിന് വേണ്ടിയിട്ട് ഒരുപാട് ഫേക്ക് ലവ് ട്രാക്ക് ഒക്കെ ഇറക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചേച്ചി പ്രതികരിക്കും? കണ്ടന്റിന് വേണ്ടി ഇങ്ങനെ തറയാവരുന്നൊക്കെ ചിലപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ അങ്ങനെ ചെയ്ത് ശരിയായില്ല കേട്ടോ, അങ്ങനെയൊന്നും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ ഞാൻ എന്തായാലും നീ ചെയ്ത് ശരിയായില്ലടാ എന്ന് തന്നെ പറയും. ഞാൻ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ എന്നെ തകർക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇമോഷണലി കട്ട് ഡൗൺ ചെയ്തിരിക്കുന്ന ഒരാൾക്കും എന്നെ തകർക്കാൻ പറ്റും. പിന്നെ എന്നെ പൊരിക്കാൻ വന്നാൽ തിരിച്ച് ഹോട്ട് സീറ്റിൽ കൊണ്ടിരുത്തി ഞാൻ മറക്കും. എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ ബിഗ് ബോസ് പോയി കരയണോ. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കരയണ്ടേ മനുഷ്യനെ. നാട്ടുകാർ കാണണ്ട എന്റെ കാര്യത്തിലൊക്കെ ഒന്ന് ഞാൻ കരഞ്ഞാൽ എങ്ങനെയിരിക്കുന്നു കാണാൻ നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. 100 ദിവസം അവിടെ നിന്നു കപ്പടിച്ച് തിരിച്ചു വന്നു. ഒരു 5ാമത്തെ സീസൺ അഖിൽമാരാരുടെ സീസൺ തൊട്ട് ഞാൻ കാണാൻ തുടങ്ങിയപ്പോൾ ഉറപ്പായിട്ടും ഇതിലൊന്ന് പോണം, ഒന്ന് പോയി അവിടെ ഒന്ന് കിടന്ന് വരകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് മര്യാദയോടുകൂടി ഒരു മിതത്വം, ഒരു നല്ല ഭാഷ, അല്ല പൊടത്തെണ്ടി, കുറച്ചുകൂടെ ഒക്കെ പൊളൈറ്റ് ആകും. അല്ലെ ഹോട്ട്സീറ്റിൽ ഇരിക്കുന്ന പോലെ താൻ ആരാന്നാണോ തന്റെ വിചാരം. ക്യാപ്റ്റൻസിക്ക് എനിക്ക് താല്പര്യമാണ് ഹെഡ് ചെയ്യാനായിട്ട്, ആൾക്കാരെയൊക്കെ ഒന്ന് വരിപ്പിച്ച് ഒന്ന് ഡിസിപ്ലിനൊക്കെ ആക്കി അങ്ങനെ ഒരു ടാസ്ക് എനിക്ക് ബിഗ് ബോസ് സീസൺ 7 കിട്ടുവാണെന്നുണ്ടെങ്കിൽ. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഞാൻ മെഹർ. ആൻഡ് ഇന്ന് എൻ്റെ ഒപ്പം കൂടിയിട്ടുള്ള ഗസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് ഒരു ഗസ്റ്റാണ്. ഒരുപാട് സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു ശാരിക ചേച്ചി. നമസ്കാരം. ഹായ് മെഹർ. നമസ്കാരം. സത്യം പറഞ്ഞ ചേച്ചീനെ നമ്മൾ ഇന്റർവ്യൂസിലും ഒരുപാട് കോൺട്രവേഴ്സീസിലൂടെയാണ് ചേച്ചി നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത്. പക്ഷെ എനിക്കറിയുന്ന ശാരിക ചേച്ചി ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരാളാണ് അല്ലേ? എന്റെ മുഖം നാണം പാടില്ല. അല്ല ശരിക്കും ഇപ്പൊ മൂവീസിന് ഓരോ ജോണർ ഉള്ള പോലെ ഇന്റർവ്യൂസിനും ഓരോ ജോണർ ഉണ്ട് അല്ലേ? ഇപ്പം ഞാൻ കൂടുതലും കുറച്ചും കൂടെ ഫൺ അങ്ങനത്തെ ഒരു എന്റർടൈൻമെന്റ് ഇന്റർവ്യൂസ് ആണ് എടുക്കുന്നെങ്കിൽ ചേച്ചി കൂടുതൽ കുറച്ച് ഒരു കോൺട്രവേഴ്ഷ്യൽ അല്ലെങ്കിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇന്റർവ്യൂസ് ആണ് എടുക്കുന്നത്. അപ്പൊ ആ ഒരു ക്യാരക്ടർ കണ്ടിട്ടാണ് പലരും ചേച്ചിനെ വിലയിരുത്തുന്നത് അല്ലേ? അതെ അതെ. എന്റെ ഇന്റർവ്യൂവിന്റെ എനിക്ക് കിട്ടിയ ഒരു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു മീഡിയ ഫീൽഡിലേക്ക് എനിക്ക് എന്റർടൈൻമെന്റ് വലിയ താല്പര്യമുള്ള ആളൊന്നും ആയിരുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ന്യൂസ് പേഴ്സൺ ആണ്. എനിക്ക് ന്യൂസ് ആണ് ഇഷ്ടം. സ്വന്തമായിട്ട് ചാനലുണ്ട്. ന്യൂസിലാണ് പുസ്തകങ്ങൾ വായിക്കുകയും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളും സാമൂഹ്യപരമായിട്ടുള്ള കോൺട്രവേഴ്സീസും എടുത്ത് പ്രതികരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ അത് പറയുമ്പോൾ ഒരു കോടി ആൾക്കാർ എൻ്റെ മുമ്പിൽ വേണം. അതാണ് എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. അത് പറയാൻ കേൾക്കാൻ ചെവികൾ വേണം എന്നാണ്. നമുക്ക് മുഖം ഉള്ളപ്പോഴല്ലേ ആൾക്കാർ വരുള്ളൂ. പക്ഷെ എന്റർടൈൻമെന്റിലേക്ക് ഞാൻ ഇതുപോലുള്ള ഹോട്ട് സീറ്റുകളിലേക്ക് വരുന്നത് യാദൃശ്യമായിട്ട് വരുന്നതാണ്. അതിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ എന്നെ അറിയാമായിരുന്നെങ്കിൽ കൂടെയും ഇങ്ങനെ ഒരു ലെവലിലേക്ക് ഞാൻ പോകുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല ഒരിക്കലും. ഈ ഒരു നെഗറ്റീവ് ആയിട്ടാണല്ലേ പോർട്രേ ചെയ്യുന്നത്? അതെ, നെഗറ്റീവ് ആണ്. അത് ആ ഒരു ഷോ അങ്ങനെയാണ് നമ്മളെ പോർട്രേ ചെയ്തിരിക്കുന്നത്. കാരണം എനിക്ക് ഇങ്ങനെ ഒരു മുഖമുണ്ട്, ഒരു സ്വീറ്റ് മുഖമുണ്ടെന്ന് ആൾക്കാർക്ക് അറിയില്ല. പിന്നെ ബേസിക്കലി ഞാനൊരു ടൈപ്പ് പേഴ്സൺ ആണെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത്. അങ്ങനെ എന്ന് വെച്ചാൽ ഇപ്പൊ മെഹർ അറിയുമ്പോൾ എനിക്ക് അടുത്ത സുഹൃത്തുക്കളോട് ഞാൻ എക്സ്ട്രീം ഭയങ്കര രസവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ അല്ലാതെ ഇപ്പൊ നമ്മളോട് വന്നിട്ട് ഒന്ന് എൻജോയ് ചെയ്യാം, ഒന്നെങ്കിലും വൈബ് അടിക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഇഴുകി ചേർന്ന് പോവില്ല. അങ്ങനെ ഒരു റഫ്നെസ് ചിലപ്പോൾ എന്നെ ഉണ്ടായിരിക്കാം. മേ ബി എന്റെ സൗണ്ട് ഒക്കെ കൊണ്ടായിരിക്കാം തോന്നുന്നത്. അതെ, ഞാൻ ഫസ്റ്റ് ചേച്ചിനെ കണ്ടത് എനിക്ക് തോന്നുന്നു ചേച്ചി ഫസ്റ്റ് എടുത്തത് ഷിയാസ് കരീമിന്റെ ഒരു അതാണ് എന്റെ ഫസ്റ്റ് മില്യൺ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചേച്ചിനെ കാണുന്നത്. ഫസ്റ്റ് മില്യൺ. അതെ, ഫസ്റ്റ് മില്യൺ വരുന്നത് 3 മില്യൺ അടിച്ചു ആദ്യം ഫസ്റ്റ് എടുത്ത ഇന്റർവ്യൂ. അല്ലേ? ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചേച്ചിനെ ഫസ്റ്റ് കാണുന്നത്. അപ്പം എനിക്ക് അത് ആരും അയച്ചു തന്നിട്ടാണ്, നിങ്ങളുടെ ചാനലിലുള്ള ആങ്കർ അല്ലേ ഇവരെന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ചേച്ചിനെ മുന്നേ കണ്ടിട്ടില്ല, ഞാൻ ചേച്ചിയുടെ സംസാരിച്ചിട്ടില്ല, എനിക്കറിയില്ല. അപ്പൊ ഞാൻ ഫസ്റ്റ് അത് കാണുമ്പോൾ നമ്മൾ ഓർക്കൂലോ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അന്ന് കാണുമ്പോൾ നിനക്ക് അറിയായിരുന്നോ? ഞാൻ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. ഞാനപ്പോ ചേച്ചി ഹോട്ടലിൽ വെച്ച് കണ്ടപ്പോ ചേച്ചി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ എങ്ങനെ പോയി സംസാരിക്കുക എന്ന് വെച്ചാൽ ഇനിയിപ്പം ഞാൻ എന്തെങ്കിലും ചോദിച്ചിട്ട് എന്റെ അടുത്ത് ചാടിക്കേറി പറഞ്ഞാലോ പേടിച്ചിട്ടാ. പക്ഷെ ഞാൻ അവിടെ ഇരുന്നപ്പോ ചേച്ചി തന്നെ എന്റെ അടുത്ത് സംസാരിച്ചു. ഞാൻ വന്ന് സംസാരിച്ചു. ഇന്റർവ്യൂവിന് വന്നതാണോ, ഇന്റർവ്യൂ എടുക്കാൻ വന്നതാണോ, വിളിച്ചിട്ട് വന്നതാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം എന്നെ എത്ര നാളെ ഇവിടെ കയറിട്ട് അങ്ങനെ കുറച്ച് കുശലങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ഫസ്റ്റ് കോൺവെർസേഷൻ കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് ചേച്ചിനെ പറ്റിയുള്ള ആ ഒരു എന്റെ മനസ്സിലൊരു പിക്ചർ ഉണ്ടായിരുന്നില്ല. അത് കംപ്ലീറ്റ്ലി മാറി എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇത്രയും
ആയിട്ടുള്ള ഒരാളെ എങ്ങനെയാണ് അത്രയും എന്താണ് ഹോട്ട് ഞാൻ സീറ്റിൽ ഇവിടുന്ന് അരിഞ്ഞു വീഴും കേട്ടോ. ഞാൻ എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. അങ്ങനെ പാവായിട്ട് നിനക്ക് തോന്നി? ബേസിക്കലി ഒരു പാവാട്ടോ. അല്ല, എന്റെ അടുത്ത് ചോദിക്കുന്ന ആരെന്റെ അടുത്ത് ചോദിച്ചാലും ഞാൻ പറയും ആ ചേച്ചി ഭയങ്കര പാവാണ്. എനിക്ക് ചിലപ്പോ ആ ഷോയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. പക്ഷെ ശരിക്കും എനിക്കതൊന്നും ശാരിക ചേച്ചി ഭയങ്കര പാവാന്ന് എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പൊ അത് അന്ന് മെഹറിനെ ഞാൻ കാണുമ്പോഴത്തേക്ക് ഞാൻ എന്റെ തുടക്കമായിരുന്നു. എന്റെ തുടക്കം വൺ ഇയർ കുറച്ച് നാളായിട്ടുള്ളൂ. 1.5 year ആയി എനിക്ക് തോന്നുന്നു. ഒരു മെയിലാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത് 2024 എന്റെ ഓർമ്മ. യെസ്. അപ്പൊ ഒരു നല്ല മഴയുള്ള ഒരു ദിവസം നമ്മുടെ എടപ്പള്ളി വെച്ചിട്ട് ഒരു ഹോട്ടലിന്റെ റിസപ്ഷൻ നമ്മൾ കാണുന്നതായിട്ട് ഓർക്കുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു ഇതുപോലെ എനിക്കൊന്ന് ബിഗ് ബോസ് സീസൺ എന്ന സമയമായിരുന്നു. അന്ന് അതൊരു കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ സമയമായിരുന്നു. അവര് ഇതുപോലെ അന്നത്തെ കണ്ടസ്റ്റൻസിനെ കുറിച്ച് ഒരു വശം അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നു കൊണ്ട് തർക്കിക്കുക. ആ ഒരു കാര്യത്തിനാണ് ഞാൻ തർക്കമൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ മെഹറിനെ സംബന്ധിച്ച് തർക്കിച്ച് കഴിഞ്ഞാൽ മെഹർ കരയും. അതുകൊണ്ട് മെഹർ അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ മെഹർ മാറിയിരുന്നു. എന്നെ ശരിക്കും ആ ഒരു ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത്. പക്ഷെ എനിക്ക് അങ്ങനത്തെ എനിക്ക് കോൺട്രവേഴ്സി അങ്ങനത്തെ ഒരു സംഭവങ്ങൾ എനിക്ക് പറ്റത്തേ ഇല്ല. ഞാൻ ശരിക്കും ഇങ്ങനെ അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിക്കും എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. എനിക്ക് ഒട്ടും പറ്റത്തില്ല അങ്ങനെ. അപ്പൊ കോൺട്രവേഴ്സിയിലായിട്ടാണ് അങ്ങനെ കോൺട്രവേഴ്സി ആക്കാനാണ് അവരെന്നെ വിളിക്കുന്നത്. പിന്നെ അത് ആ സീസണും അങ്ങനെ ഈ ഒരു കോൺട്രവേഴ്സി കൊണ്ട് എനിക്കൊന്ന് കുറെ കണ്ടസ്റ്റൻസ് ഇങ്ങനെ ഞാനും ഉൾപ്പെടെ ആ കണ്ടസ്റ്റന്റിനോടൊപ്പം ഞാനും അങ്ങ് ഇച്ചിരി കത്തിപ്പെടണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആവേശത്തിന്റെ ആളാണ് എപ്പോഴും. തർക്കിക്കാൻ നിന്ന് കഴിഞ്ഞാൽ തർക്കിക്കും നന്നായിട്ട്. ആരോഗ്യപരമായിട്ട് തർക്കിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. ഇപ്പൊ ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ചേച്ചിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ബിഗ് ബോസ് സീസണിൽ ഇപ്പം എനിക്ക് തോന്നുന്നു 7 സീസൺ കഴിഞ്ഞാൽ അല്ല 6 സീസൺ കഴിഞ്ഞു. 6 സീസണിൽ ഈ 6 സീസണിൽ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ചോദിച്ചാൽ ആരായിരിക്കും പറയാം? അഖിൽമാര മൈ ഫേവറേറ്റ്. പിന്നെ എനിക്ക് ജാസ്മിനെ ഇഷ്ടമാണ്. കഴിഞ്ഞ സീസണിൽ ആരാണെന്ന് വെച്ചാൽ എനിക്ക് ജാസ്മിനെ ഇഷ്ടം. ജാസ്മിൻ ജയിക്കണമെന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ 5ഉം 6ഉം സീസൺ 5 ഒരു പകുതിയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. 6 ഞാൻ ഫുള്ള് കണ്ടൊരു സീസണാണ്. എങ്കിലും ഭയങ്കര കീൻ വാച്ചർ ഒന്നുമല്ല. എങ്കിലും ഈ 1 hour നമ്മൾ ടി വിയിൽ വരുന്ന സമയത്ത് നമ്മളിരുന്ന് കാണും. അല്ലാതെ ഞാൻ ഹോട്ട്സ്റ്റാറിലൊന്നും ഇരുന്ന് അങ്ങനെ കാണാറില്ലായിരുന്നു. പക്ഷെ ഈ ജാസ്മിന്റെ കേസിൽ എനിക്ക് ജാസ്മിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരവർ ജെനുവിനായിട്ട് കളിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. അവർക്ക് കപ്പടിക്കേണ്ടതായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്രാവശ്യം കപ്പടിച്ച ആൾ അതിന് അർഹനല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കുറെ കൂടെ എല്ലാവരും പറയും ഇപ്പൊ എന്റെ വീട്ടിൽ അദ്ദേഹത്തിന് ഫാനുണ്ട്, പിന്നെ ടൈറ്റിൽ വിന്നർക്ക് ഫാൻസ് ഉണ്ട്, അദ്ദേഹം കപ്പടിക്കണമെന്ന് തന്നെ. പക്ഷെ എനിക്ക് എന്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമായിട്ടോ അഭിപ്രായത്തിൽ ജാസ്മിൻ കപ്പടിക്കാൻ പറ്റുന്ന ആൾക്കാരോട് ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ സീസൺ കുറെ കൂടെ രസമായിരുന്നു. കോൺട്രവേഴ്സിയാണ്, വഴക്കും ബഹളമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് കാണാൻ തോന്നും. നമ്മളൊരു ഹാളിലൂടെ പാസ് ചെയ്ത് ടി വി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ നോക്കും. അത്രയും ബഹളമയമായിരുന്നു ആ സീസൺ 6 എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാന്ന് 2 പേരുണ്ട്. ഒന്ന് അഖിൽമാരാര്, അദ്ദേഹത്തെ ഇപ്പോഴും ഇഷ്ടമാണ്. ചില അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഒഴിച്ചാൽ എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരിക്കൽ നേരിട്ട് കണ്ട് ബിഗ് ബോസ് സിജോയുടെ കല്യാണത്തിന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, നേരിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അദ്ദേഹത്തിന് എന്നെ ഓർമ്മ ഉണ്ടാവും അറിയില്ല. എന്നോട് ചോദിച്ചു നീയാണല്ലേ ആൾക്കാരെ എഴുതി പൊരിക്കുന്നത്, അപ്പൊ നീ നാട്ടുകാരെയാണെന്നൊക്കെ എന്നോട് ചോദിച്ചു. പിന്നെ ജാസ്മിനെയും കണ്ടിട്ടുണ്ട്. ജാസ്മിൻ ഒരു നല്ല സോളാണ്, നൈസ് ഹ്യൂമൻ ബീങ്. അവരും നേരിട്ട് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അവര് നല്ല മത്സരാർത്ഥിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതെച്ചാ ആ ഒരു സീസൺ 6ന്റെ തന്നെ ഒരു കോർണർ എന്ന് പറഞ്ഞാൽ കോർണർ ചെയ്തിരുന്നത് ജാസ്മിനെയാണ്. ജാസ്മിനിലൂടെയാണ് ആ സീസൺ 6 അറിയപ്പെടുന്നത്. ടൈറ്റിൽ വിന്നറെ പോലും അറിയപ്പെടുന്നില്ലെന്നാണ് എനിക്ക് തോന്നിയിരുന്നത്. പിന്നെ അതിൽ കുറച്ച് കണ്ടസ്റ്റൻസ് ഒക്കെ എന്റെ ഫ്രണ്ടാണ്, സിജു ഒക്കെ എന്റെ ഫ്രണ്ട്സ് ആണ് അല്ലേ. അപ്പം ഞാൻ ചേച്ചിനെ പരിചയപ്പെട്ട സമയം തൊട്ട് ഞാൻ കേട്ടിട്ടുള്ള ചേച്ചിക്ക് ബിഗ് ബോസിൽ പോകുന്നത് ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് ഇഷ്ടമാണ് ബിഗ് ബോസിൽ പോകുന്നത്. അത് ഒരു ആഗ്രഹം തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു, എനിക്ക് തോന്നാൻ കാര്യം ബിഗ് ബോസ് സീസണിലൊന്നും ഒരു പവർഫുൾ ലേഡി വിന്നർ വന്നിട്ടില്ല. ഞാൻ കയറിയ വിന്നർ ആവണമെന്നാണ് എന്റെ ആഗ്രഹം. നടക്കില്ലെന്നൊന്നും അറിയില്ല. എങ്കിലും നിലപാടുകൾ അറിയിച്ച്, അതായത് ഒരു പുരുഷനോടോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരോടോ നിലപാടുകൾ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന സ്ത്രീ കണ്ടസ്റ്റൻസ് അതിനകത്ത് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒന്നെങ്കിൽ അവരെ ഒതുക്കും, കണ്ടസ്റ്റൻസിന്റെ കാര്യം തന്നെ ഞാൻ പറയുന്നത്, ഒന്നെങ്കിൽ അവരെ ഒതുക്കി മൂലയ്ക്ക് മാറ്റും, അല്ലെങ്കിൽ അവർ കരയും, അല്ലെങ്കിൽ അവർ മറ്റേ എന്താ പറയുക മറ്റേ കാർഡ് ഇറക്കുമല്ലോ, എന്തോ അതിനൊരു പേര് പറയുമല്ലോ, ജെൻഡർ കാർഡോ അല്ലെങ്കിൽ സ്ത്രീ എന്നുള്ള ഒരു കാർഡൊക്കെ ഇറക്കി അവർ വേറെ ഒരു തലത്തിലേക്ക് പോകും. മറിച്ച് അടിച്ചടിച്ച് നിൽക്കുന്ന സ്ത്രീകൾ എനിക്ക് തോന്നില്ല ഒരു സീസണിൽ വന്നിട്ടില്ല. അങ്ങനെ അടിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കണം എന്നത്, അല്ലെങ്കിൽ ഒരു സ്ത്രീ പോട്ടെ ഒരു കണ്ടസ്റ്റന്റ് ആയിരിക്കണം, ജെൻഡർ ഇല്ലാതെ. അപ്പൊ എത്ര ജെൻഡർ ഇല്ലെന്ന് നമ്മൾ പറഞ്ഞാലും മെഹറിനകത്ത് വയ്ക്കുമ്പോൾ അവളൊരു സ്ത്രീ അല്ലേ, അവൾ എത്ര പറ്റും, ഇതൊരു പുരുഷന്റെ കളിയാണെന്നൊക്കെ പലരും പറഞ്ഞാൽ കണ്ടിട്ടുണ്ട്. മെയിൽ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നേരത്തെയൊക്കെ. പക്ഷെ നേരിട്ട് അതിനകത്ത് അതുകൊണ്ട് തന്നെ ആ ഷോയിൽ ഒന്ന് നേരിട്ട് കയറണമെന്നും എനിക്ക് ഒരു 2 വർഷം മുമ്പ് ഈ ഷോയോട് ഭയങ്കര പുച്ഛവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തിന് വേറെ പണിയില്ല ചുമ്മാ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു 5ാമത്തെ സീസൺ, അഖിൽമാരാരുടെ സീസൺ തൊട്ട് ഞാൻ കാണാൻ തുടങ്ങിയപ്പോൾ ഉറപ്പായിട്ടും ഇതിലൊന്ന് പോകണം, ഒന്ന് പോയി അവിടെ ഒന്ന് കിടന്ന് വരകണം. അവിടെ പോയി കഴിഞ്ഞാൽ ചേച്ചി എങ്ങനെയായിരിക്കും? ചേച്ചി ഇപ്പം ഞാനായിട്ട് തന്നെ ആയിരിക്കും, അതിലൊരു സംശയം. ഒരുപാട് പേര് നമ്മളോട് പറയും, ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നോടല്ല, ഇങ്ങനെ ഈ കണ്ടസ്റ്റൻസിനോട് ഇങ്ങനെ ഉപദേശമൊക്കെ കൊടുക്കുന്ന ഉപദേശികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഉപദേശിക്കുന്നത് നമ്മൾ പുച്ഛിക്കുമല്ല, അവർ നമ്മളോടുള്ള കൺസേൺ കൊണ്ടോ അല്ലെങ്കിൽ പോകാനുള്ള നീ അങ്ങനെ പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, അതിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നീ ചെയ്യേണ്ട കാര്യം അതിലൊന്ന്
കാണണം, കണ്ടുപഠിക്കണം, എന്നിട്ട് അതിനെക്കുറിച്ചൊരു പഠനം നടത്തണം. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ടെൻഷനാണ്. ബിക്കോസ് ഞാനൊരു ഇന്റർവ്യൂ എടുക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാനിപ്പോൾ മെഹറിനെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നതെങ്കിൽ ഞാൻ മെഹറിനെ കുറിച്ച് പഠിക്കും, മെഹറിന്റെ ഇന്റർവ്യൂസ് പഠിക്കും, മെഹറിന്റെ ഇന്റർവ്യൂസിൽ നിന്ന് കാണും. പക്ഷെ ഞാനൊന്നും പ്രിപ്പയർഡ് നോട്ട്സ് ആക്കത്തില്ല, എനിക്ക് നോട്ട്സ് ആക്കി ചെയ്യാൻ പറ്റില്ല. മെഹറിനെ കുറിച്ച് പറഞ്ഞിട്ട് മെഹറിന്റെ മുമ്പിലെ കൊണ്ട് എന്നെ ഇരുത്തുമല്ലോ, അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്റെ മനസ്സിലുണ്ട്. അതിൽ നിന്ന് മെഹർ തിരിച്ച് എന്താണോ പറയുന്നത് അതിൽ കയറിയാൽ ഞാൻ പിടിക്കുന്നത്. അതുകൊണ്ടാണ് കോൺട്രവേഴ്സി ആക്കാൻ എനിക്ക് പറ്റും. അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് സ്ക്രിപ്റ്റ് ഷോസ് ചെയ്യാൻ പറ്റില്ല. സ്ക്രിപ്റ്റ് ഷോസ് എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് ഞാൻ ഒരു അവലോകനം നടത്തുന്നതല്ലാതെ അവർ പറയുന്ന പടിയിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ ഏത് പ്ലാറ്റ്ഫോമിൽ പോയാലും ഞാനോട് പറയും, നിങ്ങളുടെ രീതിക്ക് എനിക്ക് കളിക്കാൻ പറ്റില്ല. എന്റെ രീതിക്ക് ഈ ഷോ സക്സസ് ആണെങ്കിൽ എന്റെ രീതിക്ക് എന്നെ വിട്ടു തരണം, എന്നാൽ മാത്രമേ എനിക്ക് കളിക്കാം. അത് 100% ആയിട്ട് ഞാൻ ചെയ്തു കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഈ മറ്റേ ഹോട്ട് സീറ്റ് പോലുള്ള സാധനങ്ങളിൽ പോയിരുന്നിട്ട് 100% ആ ഷോ സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. അതിൽ എനിക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്റെ ഫാമിലിക്ക് പ്രശ്നങ്ങൾ, ഫാമിലിയോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യുന്ന ആളല്ല, ഞാൻ എന്നെ ലവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എന്റെ ഫാമിലിക്ക് അത് പ്രശ്നമാക്കേണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കും. എന്ന് വെച്ചാൽ അവർക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷേ എൻ്റെ ഫാമിലിയുള്ള ഒരുപാട് എന്നോട് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ, ഗുരുക്കന്മാർ, പിന്നെ നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെ വിളിച്ച് മെയിലൊക്കെ അയച്ചു ചോദിച്ചിട്ടുണ്ട്, എന്താ നിനക്ക് എന്തിനാണ് നീ ഇങ്ങനെ ഒരുപാട് ചെയ്യുന്നത്, മനഃപൂർവ്വമാണോ സ്ക്രിപ്റ്റ്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഒരു ഷോ ഡിമാൻഡ് ചെയ്യുന്നത് എന്തോ അത് എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ ഐ വിൽ ഗോ ദാറ്റ് എക്സ്റ്റെൻഡ് എന്നാണ്. അതാണ് എൻ്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത്. അത് ഞാൻ ബിഗ് ബോസിൽ കിട്ടുവാണെങ്കിൽ ഞാൻ അത് ചെയ്തിരിക്കും. കാരണം പക്ഷെ അത് ഞാനായിട്ട് ചെയ്യുള്ളൂ, ഞാൻ അവിടെ അഭിനയിക്കുന്നില്ല. ഇപ്പം ഞാൻ ഹോട്ട് സീറ്റിൽ നിന്ന് ഞാൻ അഭിനയിക്കുകയല്ല, ഞാൻ അവരോട് അതേ ക്ഷോഭത്തോടു കൂടി സംസാരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഗൗരവം വരുമല്ലോ, നമ്മൾ അങ്ങനെയുള്ള അവർ തിരിച്ചിങ്ങോട്ട് ചോദിക്കും, അപ്പോൾ അവരെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി എനിക്കത് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ ബിഗ് ബോസിൽ എനിക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിലും ഞാൻ ഉറപ്പായിട്ടും ഞാനായിട്ട് നിൽക്കും. എനിക്ക് ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത് ഞാനായിട്ട് നിൽക്കുന്നതിനായിരിക്കണം എന്ന് മാത്രമേ എനിക്ക് റിക്വസ്റ്റ് ഉള്ളൂ. പലരും എന്നോട് പറയുന്നുണ്ട് ഒരു ചാടിക്കടിക്കാൻ പോകരുത്, നോമിനേഷനിൽ വരും, അല്ലെങ്കിൽ ദേഷ്യപ്പെടരുത്, പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുത് എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ മറ്റേ കൂടാരത്തിനകത്ത് നിന്നുകൊണ്ടൊരു കളി കളിക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്ക് എന്താണോ അവിടെ ശരിയാണെന്ന് തോന്നുന്നത് നമ്മൾ ചിന്തിക്കുമല്ലോ, എന്തായാലും നമുക്കൊരു ചിന്ത വരും. അത് വേണമെന്ന് ചിന്തിച്ച് ചെയ്യണമെന്നുണ്ട് എങ്കിൽ പോലും ഭയങ്കര പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് നോമിനേഷൻ ലിസ്റ്റിൽ വരല്ലേ എന്നും പറഞ്ഞ് മോനെ അങ്ങനെ ചെയ്ത് ശരിയായില്ല കേട്ടോ അങ്ങനെയൊന്നും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ ഞാൻ എന്തായാലും നീ ചെയ്ത് ശരിയായില്ലടാ എന്ന് തന്നെ പറയും. അപ്പോൾ ഞാൻ ജെനുവിനായിട്ട് നിൽക്കുന്നതിന് മാത്രം ജനങ്ങൾ എനിക്ക് വോട്ട് ചെയ്താൽ മതി. 10 ദിവസമായാലും 100 ദിവസമായാലും ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ എന്ത് തന്നെ ഇറങ്ങുമ്പോൾ ബിഗ് ബോസ് താരമായിട്ട് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ അത് ശാരികയായിട്ട് കളിച്ചുകൊണ്ടാണ് ജയിച്ചെന്ന് പറയണം. അല്ല നീ മറ്റേ മോഹം കാണിച്ചില്ലേടി അവിടെ നിന്ന് ചോദിക്കരുത്. അതാണ് എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ നോമിനേഷനിലൊക്കെ വന്നാൽ നമുക്ക് ഓഡിയൻസിന് നമ്മളെ പറ്റിയുള്ളൊരു ഇത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നോമിനേഷന് വരുന്നെങ്കിൽ അത് ചിലവർ എന്നോട് പറഞ്ഞു, നോമിനേഷനിലൊക്കെ നമ്മൾ വരിക എന്ന് പറയുമ്പോൾ അത് ഒന്നെങ്കിൽ നിന്നെ പേടിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഈ എന്തായാലും എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഞാൻ അവിടെ കോർണർ ചെയ്യപ്പെടും. ചൊറിയാൻ സ്വഭാവം എന്നെ ആരെങ്കിലും ഒക്കെ ചൊറിയാൻ വരുമല്ലോ. അപ്പോൾ നോമിനേഷൻ ചെയ്യപ്പെട്ടോട്ടെ, അതിൽ എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷേ നോമിനേഷൻ ചെയ്യുമ്പോൾ ജനങ്ങൾ ചിന്തിക്കണം, ഇവളാണ് ശരി, ഇവൾ ചെയ്ത് ശരിയാണ് എന്ന് പറഞ്ഞ് വോട്ടുകൾ എനിക്ക് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ ആഗ്രഹമാണ്. പക്ഷെ അവിടെ ജനുവായിട്ട് കളിച്ചവർക്കൊക്കെ എത്രമാത്രം പ്രാധാന്യം കിട്ടണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇനി എന്തായാലും കളത്തിൽ ഇറങ്ങിയാലേ കളി കളിക്കാൻ പറ്റത്തുള്ളൂ. നോക്കാം, ലെറ്റ്സ് സീ. ഓക്കെ, അപ്പൊ ചേച്ചി ഇപ്പം ബിഗ് ബോസിനെ പറ്റി നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അവിടെ ഭയങ്കര ദേഷ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ശാരിക ചേച്ചി ദേഷ്യപ്പെടണമെങ്കിൽ, ഏറ്റവും എക്സ്ട്രീം ആയിട്ട് ചേച്ചി ദേഷ്യപ്പെടണമെങ്കിൽ അത് എന്തൊരു കാര്യം കാണുമ്പോഴായിരിക്കും? ബേസിക്കലി ഞാൻ ദേഷ്യക്കാരിയാണ്. എനിക്ക് ചെറിയ കാര്യങ്ങൾക്ക് ഞാൻ വലിയ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടത്തില്ല. ഇപ്പോൾ സപ്പോസ് ഞാനിവിടെ ഇപ്പോൾ എൻ്റെ ഒരാൾ ഇപ്പോൾ എൻ്റെ ഇന്ന് പൈസ മേടിച്ചിട്ട് തിരിച്ചു തന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സ് എടുത്തത് നിസ്സാരം, ചിലപ്പോൾ എനിക്കെന്ത് ദേഷ്യം പറയുമ്പോൾ ചിലപ്പോൾ ചൈൽഡിഷ് ആയിട്ട് തോന്നും. ചിലപ്പം എൻ്റെ ചെരുപ്പ് എടുത്തിട്ടായിരിക്കും ദേഷ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ചെരുപ്പിട്ട് അയാൾ വേറൊരാളുടെ എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. ചിലപ്പോൾ അയാൾ ചെരുപ്പ് എടുത്തുകൊണ്ട് പോയിട്ട് അയാൾ എവിടെയെങ്കിലും കൊണ്ട് വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അയാളെ പൊടി പറ്റിച്ചിട്ടുണ്ടാവും. ഇതിനൊക്കെ ആയിരിക്കും ഞാൻ ദേഷ്യപ്പെടുക. അപ്പോൾ ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങൾക്ക് ഞാൻ ദേഷ്യപ്പെടുത്തില്ല. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ തണുക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ. അല്ലാതെ വലിയ കാര്യങ്ങൾ വെന്ററ്റ് കീപ്പ് ചെയ്തുകൊണ്ട് അവിടെ നമുക്ക് ഇമോഷൻസ് ഇല്ലല്ലോ. ഞാൻ എൻ്റെ ഒരു വീക്ക് പോയിന്റ് ഞാൻ ഇതിലൂടെ പറയുവാണ്. എനിക്ക് അറിയത്തില്ല നിങ്ങളിത് പബ്ലിഷ് ചെയ്യുമ്പോൾ എന്താ അവസ്ഥ എന്ന് വെച്ചാൽ, ഞാൻ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ എന്നെ തകർക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇമോഷണലി കട്ട് ഡൗൺ ചെയ്തിരിക്കുന്ന ഒരാൾക്കും എന്നെ തകർക്കാൻ പറ്റില്ല. കാരണം ഞാൻ അവിടെ എക്സ്ട്രീം സംസാരിക്കും. ഞാൻ സംസാരിച്ച് അവർ തകരത്തുള്ളൂ, എന്നെ സംസാരിച്ച് തകർക്കാൻ പറ്റില്ല. അഥവാ എൻ്റെ ഹൃദയത്തിൽ കൂരമ്പ് കൊണ്ട് കുത്തിയാലും ഞാൻ അവിടെ ഒരു മറ്റേ ടാറിട്ടൊരു സാധനം ഇടും, ഇതൊന്നും പറ്റത്തില്ല. അകം കടന്ന് ചിലപ്പോൾ തിളയ്ക്കുമായിരിക്കും, ബട്ട് അത് പുറത്ത് ആ നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവില്ല. അയാൾ ചിന്തിക്കും ഇവൾ എന്തൊരു ദുഷ്ടയാണ്, അല്ലെങ്കിൽ അവർ ചിന്തിക്കും ഇവൾ എന്തൊക്കെ പറയുന്നത്, ഇവർക്ക് ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നു. ഞാൻ അങ്ങനെ സംസാരിക്കും. ബട്ട് ഉള്ളിൽ ഞാൻ ഭയങ്കര സ്നേഹവും അല്ലെങ്കിൽ ഭയങ്കര കെയറും ഉണ്ടായിരിക്കും. പക്ഷെ എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റും. ഡെഫിനറ്റ്ലി ഹോട്ട് സീറ്റിൽ പെരുമാറുന്ന പോലെ ഞാൻ ചിലവരെ പെരുമാറും. പിന്നെ എന്നെ പൊരിക്കാൻ വന്നാൽ തിരിച്ച് ഹോട്ട് സീറ്റിൽ കൊണ്ടിരുത്തി ഞാൻ മറക്കും. അത്രേ ഉള്ളൂ. അപ്പൊ ചേച്ചിയാണെങ്കിൽ ഹോട്ട് സീറ്റിലാണെങ്കിൽ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനായിക്കോട്ടെ ഒരുപാട് ആൾക്കാർ ഇരുത്തി പൊരിച്ചിട്ടുള്ള ഒരാളാണ്. ഇൻ കേസ് അപ്പൊ ഇനി ചേച്ചി ഇപ്പൊ ബിഗ് ബോസിൽ പോവുകയാണെങ്കിൽ തന്നെ ലൈക്ക് അവര് പോയിട്ടുള്ള പാതയിലൂടെ പോവേണ്ടി വരൂലേ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ലൈക്ക് അവർ ഉപയോഗിച്ചിട്ടുള്ള സ്ട്രാറ്റജീസോ എന്തെങ്കിലുമൊക്കെ ഇപ്പം കുറച്ച് നേരം കഴിയും. ഇപ്പം നമ്മൾ എത്ര നമ്മൾ കോൺഷ്യസ് ആണെന്ന് പറഞ്ഞാലും മനുഷ്യന്മാരാണ്. കുറച്ച് നേരത്തെങ്കിലും നമ്മളാണ് ക്യാമറ ഉണ്ടെന്നുള്ള കാര്യം അവിടെ മറക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർക്ക് അറിയാത്തുള്ളൂ, ഞാൻ കോൺഷ്യസേ അല്ല. ഞാനിപ്പോൾ ഇവിടെ ക്യാമറ ഉണ്ടെന്ന് വിചാരിച്ചിട്ടല്ല സംസാരിക്കുന്നത്. ചില പോയിന്റിൽ ഇങ്ങനെ പ്രോഗ്രാം പ്രൊഡ്യൂസർ
അങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നത് പറയുമ്പോൾ ഇനിയൊരു സംസാരിക്കുമ്പോഴാണോ ഇവിടെ ക്യാമറ ഉണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിക്കുന്നത്. ചിന്തിക്കുന്നു. ഞാൻ ഓൾവേസ് കോൺഷ്യസ് അല്ല, കോൺഷ്യസ്ലെസ് ആയിട്ടാണ് ഞാൻ എപ്പോഴും ബിഹേവ് ചെയ്യുന്നത്. ഇപ്പോൾ ഒച്ചത്തിൽ സംസാരിക്കും, എന്തെങ്കിലും കാര്യം വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്നൊക്കെ പറയുമ്പോൾ അമ്മ അതൊക്കെ അപ്പുറത്ത് ആൾക്കാരുണ്ട്, അവർ കേട്ടെ എനിക്കെന്താ, ഞാൻ അവരുടെ കാശിനല്ലോ കഴിക്കുന്നത്, ആ ഒരു ആറ്റിറ്റ്യൂഡാണ് എനിക്ക്. അത് തന്നെയായിരിക്കും ഞാൻ ബിഗ് ബോസിൽ ഞാൻ പറഞ്ഞു, റിയൽ ആയിട്ട് നിന്നാൽ ഞാൻ അവിടെ ജയിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അഭിനയിക്കാൻ പോയിട്ടുണ്ടോ ഞാൻ അവിടെ തൂക്കും. ഞാൻ റിയൽ ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പം അവിടെ ഞാൻ ഈ കണ്ടസ്റ്റൻസിനെ പൊരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി അവിടെ എനിക്കൊരു ചാൻസ് ബിഗ് ബോസ് തരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവിടെ ഇറിറ്റേറ്റഡ് ആവും, അതൊക്കെ ഞാൻ കാണിക്കും. പക്ഷെ അതിലൊരു പിന്നെ ചിലവർ എനിക്ക് തരുന്ന ഒരു ഉപദേശത്തിൽ ഒരു മാത്രം എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതായത് നീ ഇങ്ങനെ ഈ എന്താ അരഗൻ്റ് ആകുമ്പോൾ കുറച്ച് മര്യാദയോടുകൂടി ഒരു മിതത്വം, ഒരു നല്ല ഭാഷ, അല്ല പൊട തെണ്ടി അങ്ങനെ ഒന്നും വിളിക്കരുത്. മര്യാദയോടുകൂടി നല്ല മലയാളത്തിൽ അവരോട് സംസാരിക്കുക, കുറച്ചുകൂടെ ഒക്കെ പൊളൈറ്റ് ആവുക. അല്ലെ ഹോട്ട് സീറ്റിൽ ഇരിക്കുന്ന പോലെ താൻ ആരാന്നാണോ തൻ്റെ വിചാരം. ചിലപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചോദിച്ചത് ഇതൊന്നും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അൺകോൺഷ്യസ് അല്ല സോറി ഈ കോൺഷ്യസ് അങ്ങനെ കോൺഷ്യസ് ആയിട്ടല്ല അവിടെ. കാരണം ഞാൻ കയറുമ്പോൾ തന്നെ ഞാൻ ക്യാമറയെ കുറിച്ച് മറന്നു എന്നുള്ളതാണ്. സീരിയസ്ലി ഞാൻ അങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അഭിനയിക്കാത്തത് കൊണ്ട് തന്നെ മേ ബി ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ കുറെ ഫ്ലോപ്പും കുറെ ട്രോളും ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഞാൻ പോവുകയാണെങ്കിൽ. ഇപ്പൊ ബിഗ് ബോസിലാണെങ്കിൽ നമ്മൾ ഒരുപാട് ഞാൻ ഒരാളുടെ അത് മെഹറിൻ ചോദിച്ചാൽ ഒരാളുടെ സ്ട്രാറ്റജി ഞാൻ ഫോളോ ചെയ്യില്ല. ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ എന്തൊരു അഹങ്കാരി, ബിഗ് ബോസ് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാണിക്കും. കിട്ടിയാൽ ഞാനായിട്ട് തന്നെ ഫോളോ, എന്റെ സ്ട്രാറ്റജികളായിരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. പുറത്ത് കാണേണ്ടത് ഇത് ശാരികയുടെ സ്ട്രാറ്റജി കൊള്ളാം എന്ന് അടുത്ത കണ്ടസ്റ്റൻസ് ചിന്തിക്കണം. നമ്മളിപ്പോ ബിഗ് ബോസിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്ട്രാറ്റജീസ് കാണുന്നുണ്ട്. ഗ്രൂപ്പിസം, ലൈക്ക് എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരാളെ മാത്രം കോർണർ ചെയ്യുക, അങ്ങനെ ഒരുപാട് സ്ട്രാറ്റജീസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ചേച്ചി എപ്പോഴെങ്കിലും ഇനിയിപ്പോ ബിഗ് ബോസിൽ പോവുകയാണെങ്കിൽ എന്നെ ഇവരൊക്കെ കോർണർ ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും? ഇപ്പൊ എത്രത്തോളം നമ്മൾ സ്ട്രോങ് ആണെന്ന് പറഞ്ഞാൽ ഒരു 100 ദിവസം അല്ലെങ്കിൽ കുറെ ദിവസം ആൾക്കാർ നമ്മളെ തന്നെ ടാർഗറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് പൊട്ടിപ്പോവും. ഞാൻ കരയുമായിരിക്കും ഉറപ്പായിട്ടും, ഡെഫിനറ്റ്ലി. ചിലപ്പോഴൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ ബിഗ് ബോസിൽ പോയി കരയണമെന്ന്. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കരയണ്ടേ മനുഷ്യന്. നാട്ടുകാർ കാണേണ്ട എന്റെ കാര്യത്തിലൊക്കെ ഒന്ന് ഞാൻ കരഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു കാണാൻ നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ടല്ലോ. ഒരുപാട് പേര് ഹോട്ട് സീറ്റിൽ എന്നോട് കമന്റ് ചെയ്ത് ചോദിച്ചു നീ കരഞ്ഞ എങ്ങനെ ഇരിക്കും, നീ കരയോ, നിനക്ക് കണ്ണീരുണ്ടോ? ഉറപ്പായിട്ടും കരയുമായിരിക്കും. അപ്പോൾ മേ ബി എനിക്കറിയില്ല കോർണർ ചെയ്യുമ്പോൾ എന്താ. പക്ഷേ ഈ ഗ്രൂപ്പിൽ ഇരിക്കുമ്പോൾ ആൾക്കാർ എൻ്റെ വൈബുള്ള ആൾക്കാരോട് എത്ര നേരം വേണമെങ്കിലും ഞാൻ സംസാരിക്കാവുന്നത് പോലെ തന്നെ ഒറ്റയ്ക്ക് എത്ര നാൾ വേണമെങ്കിലും കഴിയാൻ എനിക്ക് ഇഷ്ടമാണ്. ഒരു റൂമിൽ ഒരു ബുക്കൊന്നും ഇല്ലല്ലോ അവിടെ. ഒരു റൂമിൽ ഞാനൊരു സ്വപ്നജീവിയാണ് ബേസിക്കലി. ചെറുപ്പം തൊട്ടേ എനിക്ക് ഭയങ്കര സ്വപ്നങ്ങളാണ്. ഞാൻ വേറൊരാളായിട്ട് നടക്കുന്നതും ഞാൻ ചിലപ്പോൾ വേറൊരു ജീവിയായി മാറുന്നതും വേറൊരു ലോകത്ത് ജീവിക്കുന്നതും. അപ്പം എന്നെ അറിയാവുന്ന എന്നെ വിമർശിക്കുന്ന ആൾക്കാർ നീ എപ്പോഴും ഈ സ്വപ്ന ലോകത്താണല്ലോ വെച്ചേ, ഇത് സ്വപ്ന ലോകം, ഇത് നടക്കാൻ പോകുന്നില്ല ശരി. പക്ഷെ അവർ നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പം എൻ്റെ ജീവിതം നടന്നു. സോ മേ ബി ആ സ്വപ്ന ലോകത്ത് എനിക്ക് ഒറ്റയ്ക്ക് വിരാജിക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ എന്നെ വിഷമിപ്പിക്കും, ഈ പറഞ്ഞ ഒറ്റപ്പെടുത്തൽ എന്നെ വിഷമിപ്പിക്കും, ഡെഫിനറ്റ്ലി വിഷമിപ്പിക്കും. പക്ഷെ എന്നാലും ഞാൻ തകർന്ന് വീഴില്ല. അതിനെന്നെ ഏകാന്തത ഇഷ്ടപ്പെടും. എൻ്റെ സോളിറ്ററി റീപ്പർ ഞാൻ പുറത്തിറക്കും. അപ്പം അവിടെ ഞാൻ എൻ്റെ ഏകാന്തതയിൽ ഞാനായിട്ടിരുന്ന് ഞാൻ എന്നെ തന്നെ പ്രണയിച്ച് എന്നെ തന്നെ ഫ്രണ്ട്ഷിപ്പ് ആക്കി മുന്നോട്ട് പോകും എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അവിടെ ചെല്ലുമ്പോൾ എന്തോ ആണോ ആർക്കറിയാം, കിട്ടിയാൽ മതിയായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ സീസണിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് എക്സ്പെക്ടേഷനിൽ ലൈക്ക് നമ്മൾ സീക്രട്ട് ഏജന്റ് ആണെങ്കിൽ ഇപ്പം പുറത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് വീഡിയോസിന് റിയാക്ട് ചെയ്യുന്നു, സംസാരിക്കുന്നു. അപ്പം നമ്മൾ ഒരുപാട് എക്സ്പെക്ടേഷനിൽ കണ്ടിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ ആള് അകത്ത് പോയപ്പോൾ ഭയങ്കര സൈലന്റ് ആയിരുന്നു. അപ്പൊ പക്ഷെ ശാരിക ചേച്ചി ആണെങ്കിൽ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര കോൺട്രവേഴ്സി തൊടുന്നതെല്ലാം കോൺട്രവേഴ്സി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ചേച്ചി എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അകത്ത് പോയി സൈലന്റ് ആയി പോവോ എന്നൊക്കെ? എന്തായാലും സൈലന്റ് ആവാൻ സാധ്യതയില്ല. ഇനിയിപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ മെഹറിനോട് പറഞ്ഞില്ല, ഞാനിങ്ങനെ പഠിക്കും, ഒരു അവലോകനം. ഇപ്പം ബിഗ് ബോസ് ഇതാണ്, അല്ലെങ്കിൽ ബിഗ് ബോസ് ഒരു മത്സരമാണ്, അവിടെ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ഒരു ഐഡിയ എനിക്കുണ്ടാവും. പക്ഷെ ഞാൻ എപ്പോഴും ആ തറയിൽ കയറിയിട്ട് എനിക്ക് മറ്റേ ലാലേട്ടനൊക്കെ പറയുന്ന പോലെ അപ്പൊ ഓൺ ദ സ്പോട്ട് ചെയ്യാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. എന്താ ചെയ്യാ, അങ്ങനെ പറ്റുള്ളൂ എനിക്ക്. അപ്പം നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ കണ്ട ലാലേട്ടനല്ല ഇപ്പൊ ഈ സീസൺ 7 പ്രൊമോയിലൊക്കെ കാണുന്നത്. ഭയങ്കര എന്താ പറയാ, 7ന്റെ പണി എന്നൊക്കെ പറഞ്ഞ പണി എന്ന് വെച്ചാൽ കോസ്റ്റ്യൂം ഒക്കെ വ്യത്യാസമുണ്ട്. മൊത്തം ബ്ലാക്കിഷ് എന്തോ ഒരു ഡാർക്ക് ഒക്കെ ആയിട്ടാണ് പുള്ളി വന്നിരിക്കുന്നത്. പേടിയുണ്ടോ ഈ സീസണിൽ ഇപ്പൊ ഇൻ കേസ് പോവുകയാണെങ്കിൽ? ഉറപ്പായിട്ടും കാണുമല്ലോ. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തെങ്കിലും എല്ലാവരും ചോദിക്കാറുണ്ട് ഇപ്പൊ എല്ലാം ഈസി ആയില്ലേ, കുറെ എക്സ്പീരിയൻസ്ഡ് ആയില്ലേ. പക്ഷെ ഓരോ ഇന്റർവ്യൂവിനും ഞാൻ നല്ല പേടിച്ചാ ചെല്ലുന്നത്. ഇപ്പൊ മെഹറിനെയാണ് ഞാൻ ഹോട്ട് സീറ്റിൽ എനിക്കൊരു പേടിയുണ്ടാവും, ഡെഫിനറ്റ്ലി പേടിയുണ്ടാവും. കാരണം ഞാൻ ആദ്യം ഈ മഞ്ജുവാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഓരോ കഥാപാത്രം എടുക്കുമ്പോഴൊക്കെ പുതിയ കഥാപാത്രം എടുക്കുന്ന പോലെയാണ് തോന്നുന്നത്, അല്ലെങ്കിൽ പേടിയുണ്ടാവും. ഞാൻ ഒരു ജാട പറയുന്നതായിരിക്കും, ചുമ്മാ ഇത്ര എക്സ്പീരിയൻസ് അല്ലേ. പക്ഷെ എൻ്റെ ഒരു പ്രൊഫഷനിൽ എനിക്ക് മനസ്സിലായി, ഓരോ ഗസ്റ്റിനെ തരുമ്പോഴും ഞാൻ അവരെ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്ന മൊമെന്റിന് തൊട്ട് മുമ്പ് വരെ ഞാൻ പേടിയിലായിരിക്കും. അത് പഠിക്കാത്തതുകൊണ്ടല്ലെന്ന് എനിക്ക് മനസ്സിലായി. നമ്മളതൊരു പുതിയ കാര്യം ചെയ്യുമല്ലേ, ഓരോരുത്തരും വ്യത്യസ്തമായിട്ട് നമ്മൾ ഓരോ ഇന്റർവ്യൂ ചെയ്യുക.
അപ്പോൾ എൻ്റെ ഇന്റർവ്യൂവിൽ എനിക്ക് തോന്നുന്നില്ല റിപ്പറ്റീഷൻ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പേടി അതുപോലെ തന്നെ ആയിരിക്കും ഞാൻ ബിഗ് ബോസിലേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു പേടിയും ആ ഭയവും ഒക്കെ ഉണ്ടാവും. പിന്നെ ലാലേട്ടനെ കാണുന്നതിന്റെ ഭയമാണോ എക്സൈറ്റ്മെന്റ് ആണോ എനിക്ക് അറിഞ്ഞോളൂ അവിടെ ചെന്ന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് പോവുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ ഇപ്പം ചേച്ചി സപ്പോസ് ബിഗ് ബോസിൽ പോയി 100 ദിവസം അവിടെ നിന്നു, കപ്പടിച്ച് തിരിച്ചു വന്നു, അതിനുശേഷം ചേച്ചിയുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ എന്തായിരിക്കും? ഫ്യൂച്ചർ പ്ലാൻസ് എനിക്കൊരു ചാനലുണ്ട്, സ്പീച്ച് മേക്കർ എന്ന് പറഞ്ഞ ചാനൽ. ആ ചാനൽ ഡെവലപ്പ് ചെയ്യുക, ഒരു റൂം എടുക്കുക, നല്ല 2 ക്യാമറ, നല്ലൊരു ഫീമെയിൽ കണ്ടന്റ് ക്രിയേറ്ററെ ഞാൻ വെക്കുള്ളൂ കേട്ടോ, ഞാൻ ലോകത്തോട് പറയട്ടെ. നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ, ഫീമെയിൽ ഫോട്ടോഗ്രാഫർ, ഒരു ഫീമെയിൽ ആയിട്ടുള്ള ഒരു ക്യാമറാമാനെയും ഫീമെയിൽ ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റർ ഞാൻ തന്നെ ഉണ്ട്, ആങ്കറും ഞാൻ തന്നെ ആയിരിക്കും. മേ ബി അങ്ങനെ വെക്കാനുള്ള ഒരു സംഭവം കിട്ടട്ടെ. പിന്നെ എല്ലാ കാര്യങ്ങളും ഒരു ചാനൽ, എൻ്റെ സ്വന്തം ചാനൽ തന്നെ. പിന്നെ ലൈവായിട്ട് ജെന്യുവൻ ആയിട്ടുള്ള, മഞ്ഞ എഴുതാതെ ജെന്യുവൻ ആയിട്ട് തന്നെ കണ്ടന്റ് ക്രിയേഷന്, അതായത് TRP റേറ്റിനല്ലാതെ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അത് പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ എൻ്റെ മോളുമായിട്ട് ഈ ഇന്ത്യ മുഴുവനും കാണണമെന്ന് ആഗ്രഹമുണ്ട്. ലോകം മുഴുവൻ കാണുന്നതിന് നമ്മുടെ രാജ്യം ഒന്ന് കാണണ്ടേ. കേരളം ആദ്യം ഫുൾ എക്സ്പ്ലോർ ചെയ്യുക, ദെൻ ഇന്ത്യ എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ ചെറിയൊരു വീട് സ്വന്തമായിട്ട്, എന്നുവെച്ചാൽ വലിയ ആർഭാടങ്ങളൊന്നും വേണ്ട വീടിന്. കാരണം ഓടിട്ട മറ്റേ റെഡ് ഓക്സൈഡ് അടിച്ച AC ഇല്ലാതെ തണുപ്പ് കിട്ടുന്ന ഒരു വീട്, അത്രയും മതി. അത്രയൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ. പിന്നെ എൻ്റെ കരിയർ ഡെവലപ്പ് ചെയ്യുക. ഞാൻ ഫ്യൂച്ചറിൽ എന്നെ നോക്കിക്കാണുന്നത്, ഞാൻ പറയാനിരിക്കുമ്പോൾ 1 കോടി ജനതയെങ്കിലും എൻ്റെ ഷോ കാണാൻ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. ശാരിക ഷോ എന്നൊക്കെ പറഞ്ഞു, സ്പീച്ച് മേക്കർ ഷോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇനിയും ഇന്റർവ്യൂ ചെയ്യുവോ ആളുകളെ? അങ്ങനെയുള്ളൊരു എൻ്റെ ആഗ്രഹം അഖിൽമാരാരെ ഇന്റർവ്യൂ ചെയ്യണം, പൃഥ്വിരാജിനെ ഇന്റർവ്യൂ ചെയ്യണം, ലാലേട്ടനെ, മമ്മൂക്ക, ദെൻ നരേന്ദ്രമോദി, പിന്നെ ശശി തരൂര്. ഇത്രയും പേരെ ഇന്റർവ്യൂ ചെയ്യണം, ഹോട്ട് സീറ്റിൽ ഇരുത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. അവരൊക്കെ എനിക്കറിയില്ല, എൻ്റെ വലിയ ആഗ്രഹമാണ്. അങ്ങനെയുള്ള പ്രമുഖരായിട്ടുള്ള ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യാൻ എനിക്കൊരു ചാനൽ ചാൻസ് തരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഡു. എനിക്ക് ഒരു ജോബ് ചെയ്യുന്നതിന് മടി, എൻ്റെ പാഷനിലുള്ള ജോബ് ചെയ്യുന്നതിന് ഒരു മടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നും ഡിബേറ്റിന് പോവുക. ഏത് ചാനൽ വിളിച്ചാലും ഞാൻ പോകും. ഇപ്പോൾ ഞാൻ ഹോട്ട് സീറ്റിൽ ഇരുന്ന് സെലിബ്രിറ്റി ഇന്റർവ്യൂർ ആയതുകൊണ്ട് ഞാൻ വാർത്ത ചെയ്യാൻ പോകാതിരിക്കില്ല. വാർത്ത വീട്ടിൽ നിന്ന് വായിച്ചു കൊടുക്കും, വാർത്ത അവിടെ ചെന്ന് ചെയ്യും, പിന്നെ അതുപോലെ അവിടെ ചെന്ന് ഡിബേറ്റ് ചെയ്യും, അവർ വിളിക്കുന്ന പൊളിറ്റീഷ്യൻസ് ഇന്റർവ്യൂ എല്ലാത്തിനും ഞാൻ പോകാറുണ്ട്. അതിനെനിക്ക് അങ്ങനെ ഈഗോ കാര്യങ്ങളൊന്നുമില്ല. ഇല്ല. ചേച്ചി അപ്പൊ ചേച്ചി ആണെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് ചേച്ചി പൊട്ടിക്കരയുന്നത് കണ്ടായിരുന്നു. അത് അഭിനയിച്ചല്ലേ? അഭിനയിച്ചാണോ? അതെന്നെ സൈക്കോളജിസ്റ്റിന്റെ പിന്നെ ഒരു ഇന്റർവ്യൂവിന് കൊണ്ടിരുത്തി അവരെന്നെ. ഒരു സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഗായത്രി മേനോൻ എന്നെ ഓർമ്മ. ഗായത്രി, ക്ഷമിക്കുക പേര് തെറ്റിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അന്ന് എന്നോട് ഇങ്ങനെ കരയുന്ന പോലെ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ പ്രോഗ്രാം പ്രൊഡ്യൂസർ പറഞ്ഞതാണ്. അപ്പോൾ തന്നെ പക്ഷേ അയ്യോ ഷാരി കരയുന്നോ, വേണമെങ്കിൽ ഇന്ന് തരാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അയ്യടാ നിങ്ങളെ ഞാൻ പറ്റിച്ചത്, നിങ്ങളുടെ മുമ്പിൽ ഞാൻ കരയാം അങ്ങനെ ചോദിക്കുകയും ചെയ്തു. ക്യാമറയുടെ മുമ്പിൽ തന്നെ ചോദിക്കുകയും ചെയ്തു. എൻ്റെ അറിവിൽ ഞാൻ ഒരിടത്തും പൊട്ടിക്കരഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഞാൻ പൊട്ടിക്കരയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ഞാൻ അഥവാ ബിഗ് ബോസ് പോകണമെങ്കിൽ ചിലപ്പോൾ ഞാൻ പൊട്ടി ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ പൊട്ടിക്കരയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുകൊണ്ട് ചേച്ചി കരയുന്ന സീനൊക്കെ കാണിട്ടല്ലേ. ഞാൻ ബിഗ് ബോസിൽ കിടക്കാൻ പോകുന്നില്ല, പുറത്തിറങ്ങി വരും. നിങ്ങളുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറെ തന്നെ ഞാൻ പിടിക്കും. ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ തന്നെ ഫുൾ കണ്ടന്റ് ആണ്. പലതരം കണ്ടന്റ് നമ്മൾ കാണുന്നുണ്ട്. ലവ് ട്രാക്ക് കാണുന്നുണ്ട്, പിന്നെ ഇമോഷണൽ, സെന്റിമെന്റൽ, പിന്നെ അല്ലെങ്കിൽ ഒരു 1 man ഷോ അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ചേച്ചി പോവുകയാണെങ്കിൽ ചേച്ചിയുടെ ഒരു കണ്ടന്റ് എങ്ങനെയായിരിക്കും? എൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ലീഡർഷിപ്പ് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ലീഡർഷിപ്പ് ക്വാളിറ്റി എന്തെങ്കിലുമൊക്കെ ഒരു ടാസ്ക് അവർ തരുവാണെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ ആയിട്ട് ചേച്ചി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും ബിഗ് ബോസ് ഹൗസിൽ? അങ്ങനെ പ്രതീക്ഷിക്കാവുന്ന വെച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ. ബട്ട് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ കയറി ഹെഡ് ചെയ്യും. ക്യാപ്റ്റൻസിക്ക് എനിക്ക് താല്പര്യമാണ് ഹെഡ് ചെയ്യാനായിട്ട്. ആൾക്കാരെയൊക്കെ ഒന്ന് വരിപ്പിച്ച് ഒന്ന് ഡിസിപ്ലിനൊക്കെ ആക്കി അങ്ങനെ ഒരു ടാസ്ക് എനിക്ക് ബിഗ് ബോസ് സീസൺ 7 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് ചെയ്യും. അത് 100% ആയിട്ട് തന്നെ ചെയ്യുകയും ചെയ്യും. ചിലപ്പോൾ അതിൻ്റെ പേരിൽ കുറേ കണ്ടന്റ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ കുറേ സ്ട്രാറ്റജി ഉണ്ടല്ലോ, പഴയ സ്ട്രാറ്റജികൾ. അതായത് ഒന്നും ചെയ്യാതെ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുക, അല്ലെങ്കിൽ ചുമ്മാ വെറുതെ പാവങ്ങളുടെ നെഞ്ചത്തോട് കുതിര കയറുക, എന്തിനും കയറി ഇടപെടുക. ഈ പരിപാടിയൊന്നും ഞാൻ പോകത്തില്ല. ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടാൽ ഞാൻ പ്രതികരിക്കും. എന്തായാലും അവിടെ കണ്ടന്റ് ക്ഷാമം ഉണ്ടാകത്തില്ലെന്ന് തന്നെ വിശ്വസിക്കാം. നമ്മളെ കൊണ്ട് എവിടെന്നെങ്കിലും ഒക്കെ ഞാൻ കണ്ടന്റിന് വേണ്ടി ഞാനൊന്നും ചെയ്തില്ല. അതാ ഞാൻ പറഞ്ഞ ഒരു ഷോ ആണ്, നമ്മൾ ജയിക്കും തോക്കും അതൊക്കെ ശരിയാണ്. പക്ഷേ എങ്കിലും മനഃപൂർവ്വം ഒരാളെ കരിവാക്കിക്കൊണ്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ കണ്ടന്റ് ഉണ്ടെന്ന് തോന്നിയാൽ ചിലപ്പോൾ നമ്മൾ കയറി ഇടപെട്ട് കണ്ടന്റ് ഉണ്ടാക്കും, കണ്ടന്റ് വെച്ചിട്ട് വലുതാക്കും. ഓക്കെ. അപ്പം ഇപ്പൊ കണ്ടന്റിന് വേണ്ടിയിട്ട് ഒരുപാട് ഫേക്ക് ലവ് ട്രാക്ക് ഒക്കെ ഇറക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചേച്ചി പ്രതികരിക്കോ? അതൊക്കെ ഞാൻ പ്രതികരിക്കും. ഫേക്ക് ലവ് കണ്ടന്റിന് വേണ്ടി ഇങ്ങനെ തറയാവരുന്നൊക്കെ ചിലപ്പോൾ ഞാൻ പറഞ്ഞു. ഓക്കെ. അപ്പൊ എന്തായാലും ചേച്ചി പോകുന്നുണ്ടെങ്കിൽ സീസൺ എന്തായാലും ഫുൾ കാണും. ഇങ്ങനെ ഇതൊരു സീസൺ ഫുൾ കണ്ടിട്ടില്ല. ചേച്ചി പോകുന്നുണ്ടെങ്കിൽ ഈ സീസൺ എന്റെ ചങ്ക് ഫ്രണ്ട് അല്ലേ, എന്തായാലും ഞാൻ കാണും. കാരണം ചേച്ചിന്റെ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ കണ്ടപ്പോ തൊട്ടേ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ചേച്ചിനെ കാണാൻ വേണ്ടിയിട്ട്. കാണാൻ പറ്റട്ടെ. അപ്പം ഇൻ കേസ് ഇനിയിപ്പം സീസൺ 7 പോവുകയാണെങ്കിൽ ഇത് കാണും നമ്മുടെ പ്രേക്ഷകരോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ജെന്യുവനായിട്ട് കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ജെന്യുവിനിറ്റി നിങ്ങൾ വോട്ട് ചെയ്യുക.
ഏത് കണ്ടസ്റ്റന്റ് ആയിക്കോട്ടെ, BB7 കയറുന്ന ഏത് കണ്ടസ്റ്റന്റ് ആയിക്കോട്ടെ, ജെന്യുവൻ ആയിട്ട് കളിക്കുന്ന ആൾക്കാർക്കാണ് വോട്ട് ചെയ്യേണ്ടത്. അർഹമായ ആൾക്കാരുടെ കൈകളിൽ തന്നെയാണ് വോട്ട് കിട്ടി. കാരണം വോട്ടിന്റെ പേരിൽ പലരും പിന്നോട്ട് പോയ കഥകളും നോമിനേറ്റ് ചെയ്ത് പുറത്തു പോകുന്ന കഥകളും ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. സോ ജനങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, ബിഗ് ബോസിൽ ജനങ്ങൾക്ക് നല്ലൊരു പങ്കുണ്ട് ബിഗ് ബോസ് കണ്ടസ്റ്റന്റിൽ അല്ലെങ്കിൽ സീസൺ ചെയ്യിപ്പിക്കുന്ന കാര്യത്തിൽ. അപ്പോൾ നന്നായിട്ട് കളിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുക. ക്രിറ്റിസിസം ആവാം, നോമിനേഷൻ ആവാം, പക്ഷേ നന്നായിട്ട് കളിക്കുന്നവരോടൊപ്പം വോട്ട് ചെയ്ത് അവരോടൊപ്പം നിൽക്കുക. അതിപ്പോൾ ഞാനാണെങ്കിലും ജെന്യുവൻ ആയിട്ടാണ് കളിക്കുന്നത്. എൻ്റെ ജെന്യുവിനിറ്റിക്കാണ് നിങ്ങൾ വോട്ട് തരേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ബിഗ് ബോസ് സീസൺ 7 വരെയും ഒരു ലേഡി കണ്ടസ്റ്റന്റ് ഉണ്ടായിട്ടെന്ന് പറഞ്ഞാലും അത് അവരുടെ കൈകൾ കൊണ്ട് അല്ലെങ്കിൽ അവർ ഹാർഡ് വർക്ക് ചെയ്ത് അത് അവൾക്ക് അർഹതപ്പെട്ടതാണെന്ന് കരുതി മേടിച്ചിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ലേഡി ക്യൂൻ കണ്ടസ്റ്റന്റ് ആയിട്ട് ഇറങ്ങാൻ, ടൈറ്റിൽ വിന്നറായിട്ട് ഇറങ്ങാൻ എനിക്ക് സാധിക്കരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പം നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവുമല്ലോ അല്ലേ? അയ്യോ, എനിക്ക് രോമാഞ്ചൊക്കെ വന്നു. ഓക്കെ ചേച്ചി, എല്ലാവിധ ആശംസകളും നേരുന്നു. കപ്പടിച്ചിട്ട് തന്നെ വരണം. അതെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു മാം. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler.